ഹലോ സ്റ്റുഡൻസ്, ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ ചാനലിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലായി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾ ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറും. അപ്പോൾ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ തന്നെ കൃത്യമായിട്ട് കാണുകയും അതിൻ്റെ ഓർഡറിൽ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫിസിക്സ് പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറും. സോ യു സ്റ്റഡി ദ കൺസെപ്റ്റ് very well, then you will fall in love with physics. That is 100% sure. അപ്പോൾ എല്ലാവരും ഫിസിക്സ് നന്നായി ഇൻട്രസ്റ്റോടെ പഠിക്കണമെന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിലെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ചുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഒരു കൺസെപ്റ്റ് ഞാൻ റീകോൾ ചെയ്യാണ്. ഇഫ് യു പ്ലേസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, it will experience a torque. Okay, that torque is equal to NIAB sin theta. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. Then torque is maximum when theta is 90 degree. So torque is maximum value of torque is NIAB and the minimum value of torque is 0. That also we know. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, നമ്മൾ മൂന്നാമത്തെ ലെസണിൽ യു സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ബട്ട് ഹൗ ഡു വി ക്ലെയിം ദാറ്റ് the voltage drop in a resistor is 2 volt or the current in a circuit is 3.1 ampere or 1.5 ampere? How do we claim that? Moving coil galvanometer is an instrument used for this purpose. അപ്പോൾ നമ്മൾ ഗാൽവനോമീറ്ററിനെ എങ്ങനെ കറണ്ട് മെഷർ ചെയ്യാനും വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇത് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള അതിൻ്റെ വർക്കിംഗ് ആണ് വിശദമായിട്ട് പറയാൻ പോകുന്നത്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ പ്രധാനമായിട്ടുള്ളത് ഒരു കോയിലാണ്. എ കോയിൽ ഈസ് wound ഇൻ എ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ. ഒരു സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോറിൽ ആണ് ഇത് ചുറ്റിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു കോറാണ് ഇത്. നമ്മൾ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതിന് ചുറ്റുമായിട്ട് ഈ കോയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ആ ടോർക്കിൻ്റെ ഫലമായിട്ട് ഇറ്റ് വിൽ ട്രൈ ടു റൊട്ടേറ്റ്. ആ റൊട്ടേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ കോയിൽ നിന്ന് ഒരു പോയിൻ്റർ, ഡയഗ്രാമത്തിലേക്ക് വിശദമായിട്ട് വരാം, ഒരു പോയിൻ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ഈ പോയിൻ്റർ ഒരു സ്കെയിലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ കോയിലിൽ ഒരു ടോർക്ക് അനുഭവപ്പെടുകയും ഇത് റൊട്ടേറ്റ് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പോയിൻ്റർ, ഇപ്പോൾ ഇവിടെ പോയിൻ്റർ വെച്ച് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോയിൻ്റർ തരത്തിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ തരത്തിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ പോയിൻ്റർ മൂവ് ചെയ്യുന്നത് ഒരു സ്കെയിലിലൂടെ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഡിഫ്ലക്ഷൻ ഇവിടെ മെഷർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റായി പറയാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ വിച്ച് ഈസ് wound ഇൻ എ സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിത്ത് മെനി ടേൺസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. ഈ തരത്തിലുള്ള ഒരു അസംഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി ഞാനിത് വെച്ചിരിക്കുന്നത് രണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ്സിൻ്റെ ഇടയ്ക്കാണ്. ഈ പെർമനൻറ്റ് മാഗ്നറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേർവ്ഡ് ഷേപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. കേർവ്ഡ് ഷേപ്പായ രണ്ട് മാഗ്നറ്റ്, ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഈ കഴിഞ്ഞ വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റായി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു മാഗ്നറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിലും വേർന്ന് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കോയിലിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ കോയിലിൻ്റെ ഈ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാണ് വ്യൂ ഭാഗം, ടോപ്പ് വ്യൂ. ഇതാണ് കോയിലുകൾ, ആ കോയിലാണ് ഈ വരച്ചിരിക്കുന്നത്. അതേപോലെ ഇതാണ് അതിൻ്റെ സർക്കിൾ, ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ ആ ടോപ്പ് പോർഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരുന്നത്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ദ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ മേക്സ് ദ ഫീൽഡ് റേഡിയൽ. അപ്പോൾ ഇവിടെ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കാനുള്ള കാരണം ഫീൽഡിനെ റേഡിയലാക്കുക എന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. അതേപോലെ സോഫ്റ്റ് അയൺ എന്നുള്ളത് ഫെറോ മാഗ്നറ്റിക് ആണ്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കും. കൂടുതൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാക്സിമം കൂട്ടും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മാക്സിമം ഇതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെ വേറെ അറേഞ്ച്മെൻ്റ് ഉള്ളത്? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. പിന്നെ ഒരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. കറണ്ട് പാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോയിൻ്റർ മൂവ് ചെയ്യുകയും നമുക്ക് ആ സ്കെയിലിൽ അതിൻ്റെ മെഷർമെൻറ്റ് ഡിഫ്ലക്ഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എന്താണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ. ഞാനിപ്പോൾ
ഇവിടെ ഞാനിപ്പോൾ ഒരു നോർത്ത് പോൾ ഇങ്ങനെയും ഒരു സൗത്ത് പോൾ ഇങ്ങനെ എടുത്ത് വിചാരിക്കുക. നോർത്ത് പോൾ സൗത്ത് പോൾ. ഇവിടെ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ തരത്തിലുള്ളതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. ഇവിടെ നോക്കൂ, ഇവിടെ കർവ്ഡ് ആയതുകൊണ്ട് ഈ കർവേച്ചറിൽ നിന്ന് നോർമലായിട്ടാണ് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് അലോങ് ദി റേഡിയസ് അല്ലേ, റേഡിയസ് കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു കർവാണ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് കൂടെയാണ് ഈ കാര്യം വരുന്നത്. ഇവിടെ പോകുന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ഫീൽഡ് ലൈൻസ് ശ്രദ്ധിക്കണം. ഈ ഫീൽഡ് ലൈൻസ് ഇതിലൂടെ വന്ന് ഈ സോഫ്റ്റ് ആൻഡ് കവറിലൂടെ കടന്നിട്ട് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കൂ, ഇത് ഇങ്ങനെയാണ് ക്രോസ് ചെയ്യില്ല. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയല്ല ചെയ്യുന്നത്. ഈ ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. ദിസ് ഫീൽഡ് ലൈൻ ഗോസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ലൈക്ക് ദിസ്. അടുത്ത ഫീൽഡ് ലൈൻ ഈ തരത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇവിടുത്തെ ഫീൽഡ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ഫീൽഡ് ലൈൻ ആണെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ പോകും. സോ ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. അപ്പോൾ സോഫ്റ്റ് ആൻഡ് കോർ ഈ ഇവിടെ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നു. അതിൻ്റെ പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ഫെറോ മാഗ്നറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പിന്നെ റേഡിയൽ, ഈ തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദി റേഡിയസ്. ഇനി അത് എന്തിനാണെന്ന് ഞാൻ പറയാം. നോക്കൂ, ഇപ്പോൾ ഈ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കോയിലിൻ്റെ ഈ ടോപ്പ് അടിച്ചെടുത്ത് വിചാരിക്കുക. ടോപ്പ് അടിച്ച് ഈ ഭാഗത്താണ് എടുക്കുന്നത്. നമ്മളിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗത്തിരിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കുക. ഇപ്പോൾ ഈ ഇങ്ങനെ വെച്ച് ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നേരെ പെർപെൻഡിക്കുലറായിട്ടാണ് വരിക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ടോർക്ക് മാക്സിമം ആവുക എന്നുള്ളതാണ്. ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടോർക്ക് വിൽ ബി മാക്സിമം. പ്ലെയിൻ ഓഫ് ദ കോയിൽ, അതായത് ഇതാണിപ്പോൾ ഈ കോയിലിൻ്റെ നമ്മൾ ഈ പ്ലെയിൻ എടുത്തതെങ്കിൽ ഇതാണ് ഇതിൻ്റെ പ്ലെയിൻ. അപ്പോൾ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആവുക. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് പ്ലെയിൻ എങ്കിൽ, പെർപെൻഡിക്കുലർ അല്ല. പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് ഇഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദെൻ ടോർക്ക് വിൽ ബി മാക്സിമം. അതെങ്ങനെ പറയുക? നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്ലെയിനിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആണ്. ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ആണ്. സോ NIAB sin θ. അപ്പോൾ sin 90 ടോർക്ക് ഈസ് മാക്സിമം. ഇനി ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കേസാണ്. ഇതിങ്ങനെ കുറച്ച് അലൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് അല്ലാത്ത മാഗ്നറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഫീൽഡ് ലൈൻസ് നേരെ ഇങ്ങനെ പോകുക. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും എന്തായിരിക്കില്ല? 90 ആയിരിക്കില്ല. പക്ഷേ ഈ വെച്ചിരിക്കുന്ന കർവ്ഡ് ടൈപ്പ് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഫീൽഡ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഫീൽഡ് ലൈൻസ് വന്നതിന് പെർപെൻഡിക്കുലറായിട്ട് വരാൻ ഇതിലൂടെ പോയിട്ട്, അതായത് പ്ലെയിനും ഈ മാഗ്നറ്റ് ഫീൽഡും ഒരേ ഡയറക്ഷനാവും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അപ്പോഴും അതേപോലെ സംഭവിക്കും. ഞാൻ ഇവിടേക്ക് വരാം. നോക്കൂ, അപ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ പൊസിഷനെങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് ഇതിലൂടെ പോയിട്ട് കടന്നു പോകുന്നത്. എന്നാൽ ഇവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്, തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഈ തരത്തിലുള്ള കുറച്ച് ടേൺസ് ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതുപോലെ ഇതിൻ്റെ പ്ലെയിനും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അപ്പോഴും 90 ആണ്. ഇനിയിപ്പോൾ ഇത് ഈ തരത്തിലാണ് വിചാരിക്കുക. അപ്പോഴും ഈ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് കോയിലിൻ്റെ പ്ലെയിനിൽ കൂടെയാണ്. അപ്പോഴും ആ സമയത്തും എന്തായിരിക്കും? ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ അറ്റ് എനി പൊസിഷൻ ഓഫ് ദി കോയിൽ ഇറ്റ് വിൽ ബി ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കോയിലിൻ്റെ ഏത് പൊസിഷനിലാണ് വെച്ചാലും, ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുക, ഇത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ കോയിൽ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഈ ഇരിക്കുന്ന പൊസിഷനിലായാലും ആ തരത്തിലായി കഴിഞ്ഞാലും ഇവിടുന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏതിലൂടെ കടന്നു പോകുന്നു? ഈ കോയിലിൻ്റെ പ്ലെയിനിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് either it will be upwards or it will be downwards. എന്തായാലും ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഫലമായിട്ട് ടോർക്കിൻ്റെ വാല്യൂ എല്ലാ സമയത്തും മാക്സിമം ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിത്ത് സോ മെനി ടേൺസ്. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ഡയഗ്രാം. സോ മെനി ടേൺസ് വിത്ത് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. ദ സിലിണ്ടറിക്കൽ സോഫ്റ്റ് ആൻഡ് കോർ മേക്സ് ദ ഫീൽഡ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. Being a ferromagnetic, it increases the strength of the magnetic field. Soft iron core എന്ന് പറയുന്നത് ഒരു ferromagnetic ആണ്. At any position of the coil, it will be in the direction of magnetic field. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. If you place a current carrying coil in a uniform magnetic field, it will experience a torque. ആ ടോർക്ക് നമുക്ക് മാക്സിമമായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചതും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മാക്സിമം ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സോഫ്റ്റ് ആണ് ഉപയോഗിച്ചതൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ. ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? ഇനി പഠിച്ച മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് നമ്മൾ പഠിച്ചാണ് NIAB. ഓക്കെ, NIAB ആണ് ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ.
മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ഈസ് NIAB. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ I എന്നുള്ളത് കറണ്ടാണ്, ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ വെക്ടറാണ്, അതേപോലെ കോയിലിൻ്റെ ഏരിയ ആണ്, അതേപോലെ B മാഗ്നറ്റിക് ഫീൽഡാണ്, N നമ്പർ ഓഫ് ടേൺസ്. ഇതൊക്കെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ടോർക്ക് ആരെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ കറണ്ട് വ്യത്യാസത്തിനനുസരിച്ച് ടോർക്കിൽ വ്യത്യാസം വരാം, ടോർക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് റൊട്ടേഷന് വ്യത്യാസം വരാം, റൊട്ടേഷൻ അനുസരിച്ച് പോയിന്റർ കണക്ട് ചെയ്തുകൊണ്ട് ആ ഡിഫ്ലക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കറണ്ടും ഡിഫ്ലക്ഷനും കണക്റ്റഡ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ടോ ഈസ് ഈക്വൽ ടു NIAB. ഇത് ആരുണ്ടാക്കിയ ടോർക്കാണ്? കോയിലുണ്ടാക്കിയ ടോർക്കാണ്. ഇനി ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്. ഈ കോയിൽ ഇസ് കണക്റ്റഡ് ടു എ സ്പ്രിങ്. ഈ കോയിലിൻ്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പ്രിങ്ങിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പ്രിങ്ങിൻ്റെ ഉപയോഗം എന്താ? സ്പ്രിങ് വിൽ പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. നമ്മൾ ഹെലിക്കൽ സ്പ്രിങ് ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ, ഹെലിക്കൽ സ്പ്രിങ്ങിൽ നമ്മളൊരു വെയിറ്റ് ഇങ്ങനെ കെട്ടി തൂക്കുകയാണെങ്കിൽ ആ വെയിറ്റിൻ്റെ മാസിൻ്റെ ഫലമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും, അതിനെതിരായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. അത് രണ്ടും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. അതേപോലെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനോട് ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് വിൽ പ്രൊഡ്യൂസ് എ കൗണ്ടർ ടോർക്ക്, പറയാം റീസ്റ്റോറിംഗ് ടോർക്ക്. ഈ ടോർക്കിനെ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം. അതായത് ഈ ടോർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ കോയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഇനി ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഇവിടെ ഉണ്ടാവുന്നു. അതായത് T സ്പ്രിങ് വിൽ പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് ടോർക്ക് K∅. ഈ K എന്ന് പറയുന്ന പേര് ടോർഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ്. ടോർഷണൽ കോൺസ്റ്റൻ്റ് ഒന്നുകൂടി വ്യക്തമാക്കാം. ഇറ്റ് ഈസ് റീസ്റ്റോറിംഗ് ടോർക്ക് per unit twist. K is a constant, that is torsional constant or restoring torque per unit twist. Unit phi എന്നുള്ളത് ഒരു ആംഗിൾ ആണ്. അപ്പോൾ യൂണിറ്റ് ട്വിസ്റ്റിന് ആവശ്യമായുള്ള ടോർക്കിനെ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓർ ടോർഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഫലമായിട്ട് ഇത് തിരിയാൻ തുടങ്ങും. ഈ സ്പ്രിങ് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒരു പൊസിഷനിലാക്കി നിർത്തും. അത് നമ്മൾ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ഇട്ട് വിചാരിച്ചാൽ 100 ഗ്രാം ഇടുന്നതിൻ്റെ ഫലമായിട്ട് ആ സ്പ്രിങ് ഒരുപാട് താഴ്ന്നു പോകില്ല. അത് നമ്മൾ സ്പ്രിങ് അതിനായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് വരികയും അത് നമ്മുടെ ബാലൻസ് ആയി നിൽക്കുകയും ചെയ്യും. ആ ഒരു കണ്ടീഷൻ പോലെ തന്നെ ഇവിടെയും ഇത് രണ്ടും തമ്മിൽ ബാലൻസ്ഡ് ആവുന്ന കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ T കോയിൽ ഈസ് ഈക്വൽ ടു വാട്ട്? T സ്പ്രിങ്. അതായത് റിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ടോർക്ക്. അപ്പോൾ അങ്ങനെ എഴുതാം, അറ്റ് equilibrium torque coil is equal to torque spring. What is our torque coil? NIAB is equal to K∅. Okay, so what is our phi? Phi is equal to NAB by K into I. ഒന്നും ചെയ്തില്ല, ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയുള്ളൂ. phi is equal to NAB, K താഴത്തേക്ക് കൊണ്ടുവന്നു, then into I. ഇവിടെ N is number of turns constant, area is not changing, magnetic field നമ്മൾ constant ആയി കൊടുത്തത് is not changing, K is again a constant. So you got a result phi, the deflection is proportional to current. ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ടിനനുസരിച്ചാണ് ഡിഫ്ലക്ഷൻ്റെ തോത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും, കറണ്ട് കുറവാണെങ്കിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇഫ് ദർ ഇസ് നോ കറണ്ട് ദർ വിൽ ബി നോ ഡിഫ്ലക്ഷൻ, ദ പോയിന്റർ വിൽ ബി അറ്റ് ദ സീറോ പൊസിഷൻ, ന്യൂട്രൽ പൊസിഷനിലായിരിക്കും നിൽക്കുക. കറണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫ്ലക്ഷൻ അവിടെ കാണാൻ കഴിയില്ല. സോ phi ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഓക്കെ, phi ഈസ് പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ നമുക്ക് phi-നെ വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് galvanometer constant. G is known as galvanometer constant. G is known as galvanometer constant. Galvanometer constant, or you can write G is equal to, നമുക്ക് എന്ത് എഴുതാം, 5/I. G is equal to 5/I എന്ന് എഴുതാം. G is equal to 5/I. നമുക്ക് എങ്ങനെ G-നെ ഡിഫൈൻ ചെയ്യാം. ഇഫ് യു ടേക്ക് phi is equal to 1 degree, അത് അവിടെ എന്താണ് ഡിഫ്ലക്ഷൻ 1 degree ആണെങ്കിൽ what will be I? I is equal to G, or G is equal to I, or galvanometer constant is the current to produce a deflection of 1 degree. 1 degree deflection ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കറണ്ടിനെ നമ്മൾ എന്ത് പറയാം, ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്നുള്ളത് പറയാം. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
മൂവിങ് കോയിൽ ഗാൽവാനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. ഇഫ് യു പ്ലേസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടോർക്ക്. ഡ്യൂ ടു ദാറ്റ് there will be a deflection. That deflection is proportional to current. Phi is proportional to I. Okay. ഇനി നമുക്ക് രണ്ട് ടേമുകൾ കൂടി ഇന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി മീൻസ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട്. Deflection produced per unit current എന്ന് പറഞ്ഞാൽ phi by I. Phi by I is known as current sensitivity. That is equal to NAB by K. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. What was our basic equation? Basic equation NIAB is equal to K by, so phi by I is equal to NAB by K. This is the current sensitivity. Deflection per unit deflection per unit current is known as current sensitivity. Similarly, what will be voltage sensitivity? എങ്ങനെ പറയാൻ പറ്റും? ഇതേപോലെ voltage sensitivity is equal to deflection per unit voltage, that is phi by V. ഞാൻ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ phi by I എന്ന് പറഞ്ഞാൽ എന്താ? I is equal to what? V by R അല്ലേ? ഓംസ് ലോ പ്രകാരം I is equal to V by R. ഇവിടെ V by R എന്ന് കൊടുത്തു. V by R is equal to NAB by K. NAB by K. ഈ ആറിനെ മുകളിലേക്ക് കൊണ്ടുപോയി എന്ത് സംഭവിക്കും? കേസിൽ എന്താ സംഭവിക്കുക? നോക്കൂ, ദാറ്റ് ഈസ് phi R by V is equal to NAB by K. ഈ ആറിനെ നമുക്ക് ഇവിടേക്ക് എടുക്കാൻ പോവാണ്. സോ വാട്ട് ഈസ് phi by V? Phi by V is equal to NAB by K into 1 by R. Okay, so this is the voltage sensitivity. This is the current sensitivity equation. Phi by I is equal to NAB by K. Voltage sensitivity is equal to NAB by K into 1 by R. രണ്ട് ക്ലിയർ ആയല്ലോ? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാനൊക്കെ വളരെ ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. സോ phi by I is known as current sensitivity. Phi by V is known as voltage sensitivity. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. If I increase the number of turns by 2n, ഇപ്പോൾ നമ്മൾ ആണ് നമ്പർ ഓഫ് ടേൺ, ഇവിടെ എടുത്തിരിക്കുന്ന ടേണുകളുടെ എണ്ണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഇപ്പോൾ 50 100 ആക്കി വിചാരിക്കുക. 100 ആക്കിയെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ or what will be the change in current sensitivity? What will be the change in voltage sensitivity? If I increase n to 2n, n-നെ 2n ആക്കി കഴിഞ്ഞാൽ നോക്കൂ, phi by I is equal to n-നെ 2n ആക്കുമ്പോൾ 2NAB by K. NAB by K നമ്മൾ എന്താ പറയുക? phi by എന്നാ പറയുക. അപ്പോൾ ഇറ്റ് ബിക്കം 2 phi by I. അപ്പോൾ എന്താ മനസ്സിലായത്? ഇത് പുതിയ കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്, ഇത് പഴയ കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പുതിയ കറണ്ട് സെൻസിറ്റിവിറ്റി സംഭവിച്ചത് ഇറ്റ് ബിക്കംസ് twice, so it doubles. So current sensitivity doubles. If I increase the number of turns by 2, the current sensitivity will increase by 2 times. If I increase the turns by 5 times, then current sensitivity will increase by 5 times. Okay, voltage sensitivity ലേക്ക് വരാം. ഇതേ കേസ് തന്നെ n-ൻ്റെ ടേൺസിൻ്റെ എണ്ണം നമ്മൾ ട്വൈസ് ആക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഫോർ phi by V? നമുക്ക് അറിയേണ്ടത്, ഇഫ് ഇൻക്രീസ് n to 2n, n-നെ അതിൻ്റെ ടേൺസിൻ്റെ എണ്ണം 50 ടേൺസിൻ്റെ എണ്ണം 100 ആക്കി മാറ്റി പറഞ്ഞാൽ എന്താ അവൻ്റെ എന്താ മാറുന്നത്? ഇപ്പോൾ ഇവിടെ ഞാനത് 50 ടേണുകളാണ് ഇവിടെ ഉള്ളത്. ആ ടേണുകളുടെ എണ്ണം ഈ 100 ആക്കി പറഞ്ഞാൽ അത്ര ലെങ്ത്ത് കൂടണം അല്ലേ? ലെങ്ത്ത് അത്രയും കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? L 12 ആയി മാറാണ്. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പഠിച്ചാണ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ റോ L by A അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി, L ഇസ് ദ ലെങ്ത്, A ഇസ് ദ ഏരിയ. അപ്പോൾ ലെങ്ത്ത് ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും. സോ R എന്തായി മാറും? 2R ആയി മാറും. അപ്പം നമുക്ക് ഇവിടെ നോക്കാം ഈ രണ്ട് കേസ്, അതായത് n 2n ആവുന്ന സമയത്ത് R എന്തായി മാറും? 2R ആയി മാറും. അപ്പോൾ phi by V എന്തായി മാറും നോക്കൂ. phi by V is equal to n-നെ എന്ത് ചെയ്തു? 2n കൊടുത്തു. 2n
എ ബി ബൈ കെ 1/r പകരം 2r കൊടുത്തു. ഈ 2 2 ക്യാൻസൽ ചെയ്തു. സോ 5/v എന്നുള്ളത് നോക്കൂ, NAB ബൈ കെ ഇൻറ്റു ആർ, ദാറ്റ് ഈസ് 5/v. ദാറ്റ് ഈസ് നോ ചേഞ്ച് ഫോർ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇഫ് യു ആൾട്ടർ ദി നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി നോ ചേഞ്ച് ഫോർ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഓൺലി ദ ചേഞ്ച് ഫോർ കറണ്ട് സെൻസിറ്റിവിറ്റി. അത് അതിന് ആനുപാതികമായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇതാണ് ഈ ടേമുകൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇഫ് യു പ്ലേസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, NIAB. അതിൽ നമുക്ക് കിട്ടിയ ഒരു ബേസിക് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. രണ്ട് ടേമുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഒന്ന് 5/I എന്നുള്ളത് എന്തായിരുന്നു? കറണ്ട് സെൻസിറ്റിവിറ്റി NAB ബൈ കെ. പിന്നെ ഓർഡിനറി സെൻസിറ്റിവിറ്റി 5/V ഈസ് ഈക്വൽ ടു NAB ബൈ കെ ഇൻറ്റു 1/R. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചത് നമ്മൾ തുടങ്ങുമ്പോഴേ പറഞ്ഞു, നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കറണ്ട് എങ്ങനെ മെഷർ ചെയ്യാം അല്ലെങ്കിൽ വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാം, അതിനുള്ള ഒരു പർപ്പസിനാണ് നമ്മൾ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചിരുന്നത്. സോ ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ആസ് എ ഡിറ്റക്ടർ ടു ചെക്ക് വെദർ ദർ ഇസ് എ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഓർ നോട്ട്. ഈ ഗാൽവനോമീറ്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ 0 ഡിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ കറണ്ട് ഇൻ ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, if the current, ഇപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് if the depending upon the direction of the current the deflection will be either towards left or towards right. അപ്പോൾ നമുക്ക് നോക്കിക്കൊണ്ട് ഡിഫ്ലക്ഷൻ്റെ തോത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാൽവനോമീറ്ററിൻ്റെ ഈ വർക്കിംഗ് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിലൊക്കെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്, അതേപോലെ പൊട്ടൻഷ്യോമീറ്ററിലൊക്കെ തന്നെ ഗാൽവനോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഡിഫ്ലക്ഷൻ നോക്കിക്കൊണ്ട് 0 ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് 0 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഡിഫ്ലക്ഷൻ 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ടോർക്ക് ഇല്ല. ടോർക്ക് ഇല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന റീഡിങ് 0 ആയിരിക്കും. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളും വർക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട ടേമുകളുടെ എക്സ്പ്ലനേഷൻ. ലിസൺ എ പ്രോബ്ലം. ദ കോയിൽ ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് എൻ ഏരിയ ഓഫ് 5 × 10⁻⁵ millimeter square, consists of 60 turns of a fine wire and is in a magnetic field of 9 × 10⁻³ Tesla. The restoring torque constant for suspension wire is 3 × 10⁻⁹ Newton meter per degree. Assuming the magnetic field to be radial, what is the maximum current that can be measured by a galvanometer if the scale can accommodate 36-degree deflection? ഗാൽവനോമീറ്റർ മാക്സിമം ഇവിടെ കാണിക്കാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ ആ കോയിലിന് മാക്സിമം റൊട്ടേറ്റ് ചെയ്തിട്ട് ആ സ്കെയിലിൽ കാണിക്കാവുന്ന ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 36 ഡിഗ്രി. ആ 36 ഡിഗ്രി കാണിക്കുന്ന സമയത്ത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് മാക്സിമം, അതിലും കൂടിയൊരു കറണ്ട് അതിലൂടെ ഒഴുകാൻ കഴിയില്ല. ആ മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് IM ഈസ് ദി കോയിൽ കറണ്ട് ദാറ്റ് കറസ്പോണ്ട്സ് ടു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. വാട്ട്സ് അവർ വർക്കിംഗ് ഫോർമുല? NIAB ഈസ് ഈക്വൽ ടു K∅. സോ I എന്ന് പറഞ്ഞാൽ IM എന്ന് കൊടുത്തു, AB ഈസ് ഈക്വൽ ടു K∅. So what is our IM? IM is equal to K∅ divided by NAB, that is equal to 3 × 10⁻⁹ into 36 degree. All values are given by N is given as 60, A is given as 5 × 10⁻⁵, then magnetic field is 9 × 10⁻⁻3. So you get the answer is 0.4 × 10⁻²ampere or 4 milliampere. So that is the maximum current that you can measure using this arrangement in a moving coil galvanometer. Next problem. A moving coil galvanometer has a coil of 125 turns. The coil has an equivalent area of 400 millimeter square. The coil lies in a radial field of 0.5 Tesla. Calculate the torque exerted when a current of 20 milliampere flows through the coil. Given suspension offers a restoring torque. K value തന്നിട്ടുണ്ട്. Then calculate the angular deflection. Phi കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് പാർട്ടാണ് ഉള്ളത്. എ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോർക്കാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോ ഇസ് ഈക്വൽ ടു NIAB. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാം തീറ്റ 90 ആയിരിക്കും. NIAB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 125 ആണ്. I, what is I? I is 20 milliampere, that is 20 × 10⁻³ Area is given as 400 millimeter square. So millimeter metric ആക്കാൻ 10⁻⁻3. അപ്പോൾ millimeter square ആകുമ്പോൾ 400 × 10⁻⁶. Then B is 0.5. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5 × 10⁻⁻4 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതായിരിക്കും. ദാറ്റ് ഈസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്?
ആംഗുലർ ഡിഫ്ലക്ഷൻ ഫൈ കൂടി കണ്ടുപിടിക്കണം. ആംഗുലർ ഡിഫ്ലക്ഷൻ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയാലും ഇക്വിലിബ്രിയം പൊസിഷൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും അതേപോലെ റീസ്റ്റോറിംഗ് ടോർക്ക് ഈക്വൽ ആണ്. സോ ടോ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഫൈ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ടോ ബൈ കെ. ടോ is the value 5 into 10 raised to minus 4 divided by k is given as 40 into 10 raised to minus 6. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിഗ്രിയിലായിരിക്കും യൂണിറ്റ് ആൻസർ കിട്ടുന്നത്. ദ വാല്യൂ ഇസ് 12.5 ഡിഗ്രി. 12.5 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, അതേപോലെ ഡിഫ്ലക്ഷൻ, എത്ര ഡിഫ്ലക്ഷനാണ്, ആംഗുലർ ഡിഫ്ലക്ഷൻ ഫൈയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ച്. രണ്ടാമത്തെ വയസ്സിൽ ടോ ബൈ കെ, ദാറ്റ് ഈസ് 12.5 ഡിഗ്രി. One more problem. A moving coil galvanometer has various particulars like this. N is equal to 30, B is equal to 0.25 Tesla, area is equal to 1.5 into 10 raised to minus 3 meter square, K, torsional constant is 10 raised to minus 3 Newton meter per degree. Determine the current sensitivity of galvanometer. You know what is current sensitivity? Current sensitivity 5 by I is equal to NAB by K. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നിൻ്റെ വാല്യൂ 30, ഏരിയ ഇസ് 1.5 into 10 raised to minus 3, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0.25 divided by K is 10 raised to minus 3. Okay, you do it. The answer is 11.25 degree per ampere. That is deflection per unit current. അങ്ങനെ കറണ്ട് സെൻസിറ്റിവിറ്റി കാണാം. നമുക്ക് റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും പ്രോബ്ലത്തിൽ തന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മൂവിങ് കോയിലുമായി ഗാൽവനോമീറ്ററുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിയറി കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞു. കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ വ്യക്തമായിട്ട് ആദ്യം മുതൽ കാണുകയും അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് തയ്യാറാക്കുകയും ചെയ്യുക. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് വെരി thoroughly, then you will be all fall in love with physics. So wish you all the best to all. Thank you.